അപ്പൊ ഗായ്സ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പേര് ഹെൽസ് ഗേറ്റ് എന്നാണ്. ഇത് റൊട്രോയിൽ നിന്നും ഫക്കത്താന എന്ന് പറഞ്ഞ സ്ഥലം പോകുന്ന റൂട്ടാണ്. ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട് റൊട്രോ സിറ്റി സെന്ററിൽ നിന്ന്. അപ്പം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് അത്യാവശ്യം ജിയോ തെർമൽ ആക്ടിവിറ്റീസ് കാണാനും കൾച്ചറൽ എക്സ്പീരിയൻസുകളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതൊരു ഗൈഡഡ് ടൂർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു രൂപം കാണാം. ഇതാണ് റൗമോക്കോ. ഭൂമി കുലുക്കത്തിന്റെയും ജിയോ തെർമൽ ആക്ടിവിറ്റിയുടെയും ദൈവം എന്നാണ് റൗമോക്കയെ വിശേഷിപ്പിക്കുന്നത്. ഈ സ്ഥലം ശരിക്കും മൗര്യകളുടെ ഒരു സീക്രട്ട് പ്ലേസ് കൂടിയാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ പാത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് അവർ ആദ്യം തന്നെ വാൺ ചെയ്യുന്നുണ്ട്. ഈ ഹെൽസ് ഗേറ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ ആകെ മഡ് സ്പാ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. മഡ് സ്പാ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അയ്യെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ പ്യുവർ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് വരുന്ന മഡാണ്. എർത്തിന്റെ കോറിൽ നിന്നും സർഫസിലേക്ക് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് കാണാൻ പറ്റുന്നത്. അത് ഈ ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന്റെ കാരണം ന്യൂസിലൻഡ് ഇരിക്കുന്നത് 2 ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഇടയ്ക്കാണ്. നമ്മളിപ്പോ 2-3 സ്പോർട്സ് കടന്നിങ്ങനെ നടന്നു. അത്യാവശ്യം ടെമ്പറേച്ചർ ഉള്ള പൂൾസ് ആണ് മൊത്തം. കഴിഞ്ഞ കുറച്ച് മുമ്പേ കണ്ടതാണ് സൾഫർ ബാത്ത്. അതിന് ഏകദേശം 98 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ടെമ്പറേച്ചർ. അവിടെ അധികം പേര് ഇറങ്ങാറില്ല. അവിടെ പ്രൊട്ടക്റ്റഡ് അല്ല, പക്ഷെ അവിടെ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തതിലേക്കൊക്കെ പോവാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതൊരു ഗൈഡഡ് ടൂർ ആണെന്ന്. പക്ഷെ ഞങ്ങൾ വന്നത് ലേശം താമസിച്ചായി പോയി. അപ്പൊ ഞങ്ങൾ ടൂർ ഗൈഡിന് ഞങ്ങൾക്ക് മിസ്സായി. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിക്ക് സാധനം തിളയ്ക്കുന്നുണ്ട്. നമ്മൾ അവസാനം ഗൈഡിനെ കണ്ടുപിട്ടി. അപ്പം ഗൈഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു. ഈ കൾച്ചറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവര് കുറച്ച് പ്രയോസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നിശബ്ദരായിട്ടിരിക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഗൈഡിനെ കണ്ടു കഴിഞ്ഞ് നേരെ പുള്ളി കൊണ്ടുപോയത് അവരുടെ ഒരു നേറ്റീവ് ഫോറസ്റ്റിലേക്കാണ്. ഈ സ്ഥലം ഇവർക്കൊരു സീക്രട്ട് പ്ലേസ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാരണവും ഇതാണ്. പുള്ളി എങ്ങനെ ഇവിടെയുള്ള പ്ലാന്റ്സുകളും എല്ലാത്തിനെയും കുറിച്ചും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫോറസ്റ്റിൽ ന്യൂസിലൻഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ പുള്ളി ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ നടന്നു വന്നതും ഈ ഫോറസ്റ്റ് കടന്ന് നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളും എല്ലാം ഒരു സൾഫർ സ്മെല്ലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഈ മരങ്ങളെല്ലാം ആ സൾഫറിന്റെ സ്മെല്ല് വലിച്ചെടുത്ത് നമ്മൾ ഈ ഫോറസ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു മണവും കിട്ടത്തില്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ ഈ കാണുന്ന ചെറിയ ഡാർക്ക് കല്ലുകളുണ്ടല്ലോ, അത് ഈ സ്പോട്ടിലെ ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. ഏകദേശം 100 ഡിഗ്രിയാണ് ആ ഒരു സ്ഥലത്തിന്റെ ടെമ്പറേച്ചർ. നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തിന്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാവണം ഞങ്ങൾ നടന്ന പാത്തിലും ചെറിയ സ്ഥലങ്ങളിൽ നല്ല ചൂടുണ്ടായിരുന്നു. നമ്മളെ ഗൈഡഡ് ടൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന വഴിയൊക്കെ മാഗ്മയ്ക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്നാണ് പറയുന്നത്. ചുറ്റും കാണുന്ന ഈ പ്രദേശങ്ങൾ മൊത്തം ഏകദേശം 102 ഡിഗ്രി ആണ് അതിന്റെ ശരിക്കുള്ള ടെമ്പറേച്ചർ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പാത്തിൽ കൂടെ തന്നെ നടക്കാനാണ് അവർ പറയുന്നത്. അപ്പം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രാക്കാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫെൻസ് വിട്ട് പുറത്തോട്ട് പോകാനേ പാടില്ല. അപ്പം അത്രയും ടെമ്പറേച്ചറാണ് ഈ സ്ഥലത്തിനുള്ളത്. നമ്മൾ ഈ നടക്കുന്ന വഴിയാണെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത്ര നല്ല ഹോട്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ടൂർ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം കാണാം. This right here is very flammable. Does anyone here know what the sort of stuff is used in? Dynamite. Sorry? Dynamite. Yeah, that's right. Also matches. The reason why this is very flammable is because, has anyone seen that swabby part for the matchboxes? No. That's where you got to swab your matchbox across. It's this sort of stuff here. This is what it's in. So any bit of flame with this, boom. Very quick to burn. Very, very dangerous. അത് കഴിഞ്ഞ് പുള്ളി നമ്മളെ കൊണ്ടുപോയത് ഒരു നൈസ് സാധനം കാണിക്കാനാണ്. പുള്ളി ചെയ്യുന്നുണ്ടോ, ഈ സാധനത്തിന്റെ പേരാണ് ബെന്റനൈറ്റ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ആദ്യം കല്ല് പോലെ ഇരിക്കും, പക്ഷെ അത് ക്ലേ ആണ്. പക്ഷെ നമ്മൾ കുറച്ചു നേരം അത് ഇട്ടൊന്ന് കയ്യിലൊന്ന് തിരുമ്മി കഴിയുമ്പോൾ അത് നേരെ പെയിന്റ് ആയി മാറും. ഈ പെയിന്റ് അവർ ഉപയോഗിച്ചിരുന്നത് മുഖത്ത് വരയ്ക്കാനും ഗ്രാഫിറ്റികൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ തോന്നി വേണ്ടായിരുന്നു, ഈ സാധനം കയ്യിൽ പോകുന്നില്ല. ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലം കാണിക്കാതെ പോകുന്നത് എങ്ങനെയാ? ഇതാണ് സ്റ്റീമിംഗ് ക്ലിഫ്സ്. പ്രത്യേകിച്ചൊന്നും കാണാൻ മേല, പക്ഷെ എന്നാലും ഇതിന് 120 ഡിഗ്രി ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. റൊട്രോ വ്ളോഗിന്റെ പാർട്ട് 1 മുകളിലത്തെ ലിങ്കിലുണ്ട്, നിങ്ങൾ എന്തായാലും കാണാൻ മറക്കല്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് എന്റെ കൈ ഒന്ന് കഴുകാൻ പറ്റിയത്. എന്തായാലും കൈ കഴുകല്ലേ, അതിന് മുമ്പ് ഇവിടുത്തെ മഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി. ഇവർ ഈ മഡാണ് ശരിക്കും മഡ് സ്പായ്ക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇവർ മെയിൻലി മഡ് എടുക്കുന്നത് ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലത്തു നിന്നാണ്. അതൊരു ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട്
സ്പായ്ക്ക് യൂസ് ചെയ്യാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഇതിന്റെ ബുക്കിംഗ് ഇൻഫർമേഷൻസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. All the way down. Wow. Oh, yeah. Now, from where we've gathered, it's pretty much from around here, goes down to at least 15 feet. Oh. Extremely deep, extremely dangerous, Oh. but just around here is nice because the water itself is only around 35, 36 degrees Celsius. Safety. Around there, where it is bubbling, it's around 76 degrees Celsius. Extremely hot. As you were to sink through this mud, if you were to take a step in, you would sink, and it would be hard to swim back up because of how fine this mud is. You'd be sinking more. ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പാണ് ഗെറ്റ് യുവർ ഗൈഡ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുകളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. ഒരുപാട് പേര് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പുതിയ പുതിയ വീഡിയോസ് വരുന്നത് അറിയാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.